കഴിഞ്ഞ ദിവസമേ ഒരു അവധി ദിവസമായിരുന്നു. അവധി ദിവസങ്ങളിൽ വീട്ടിലുള്ളവർക്ക് വേണ്ടി കുക്ക് ചെയ്യാനായിട്ട് എനിക്കിഷ്ടമാണ്. കാരണം ഒത്തിരി സമയമുണ്ടല്ലോ, അതുകൊണ്ട് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. രാവിലെ നല്ല ഫ്രഷ് സിലോപ്പി കിട്ടിയപ്പോഴേ അത് മീമ പാസ് വെച്ചു. നല്ല ആവി കയറ്റിയ ബ്രെഡിനോടൊപ്പം കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. ഇനി നമുക്കൊരു 6 സ്നേഹപ്പൊതി ചെയ്യണമായിരുന്നു. സ്നേഹപ്പൊതി എന്ന് പറഞ്ഞാൽ പൊതിച്ചോറിന് ഞാൻ ഇട്ടിരിക്കുന്ന പേരാണ് കേട്ടോ, സ്നേഹപ്പൊതി. ഇന്ന് എനിക്ക് ഒരാൾക്ക് വേണ്ടി നിഷ്പ്രയാസം ഈ ലോകത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് കേട്ടോ പൊതിച്ചോറ്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അവരുടെ ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുമ്പോഴോ, അല്ലെങ്കിൽ അവരൊക്കെ വയ്യാതാകുമ്പോഴോ, ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോഴോ, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ആണെന്നറിയുമ്പം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് പൊതിച്ചോറായിട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് നല്ല വാഴയില വാട്ടി അതിനകത്ത് പൊതിച്ചോറിൻ്റെ എല്ലാ മെനുവും ചേർത്ത് വെച്ച് പൊതിഞ്ഞുണ്ടാക്കുന്ന പൊതിച്ചോറ് അത് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന പൊതിച്ചോറിൽ നല്ല കപ്പ കുഴച്ചതുണ്ട്, പിന്നെ നല്ല ചൂരക്കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, ബീറ്റ്റൂട്ട് തോരനുണ്ട്, ചെമ്മീൻ ചമ്മന്തിയുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്. ഞാൻ പൊതിച്ചോറ് കിട്ടുമ്പോഴത്തേക്ക് വാഴയില വാട്ടിയതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് വിതറിയിട്ടായിരിക്കും കേട്ടോ ചോറ് വിളമ്പുന്നതും കറി വിളമ്പുന്നതും. ചോറും കറികളും വിളമ്പിയതിന് ശേഷം കുറച്ച് ഉപ്പ് ഒന്ന് വിതറി കൊടുക്കാറുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റും ഫീലും ആയിരിക്കും നമ്മൾ പൊതിച്ചോറ് കഴിച്ചു തുടങ്ങുമ്പോൾ കിട്ടുന്നത്. പിന്നെ മറ്റൊരു വിചിത്രമായൊരു കാര്യം കൂടിയുണ്ട്. ഈ പൊതിയാനെടുക്കുന്ന പത്രമില്ലേ, ആ പത്രത്തിൻ്റെ ന്യൂസ് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടായിരിക്കും എടുക്കുന്നത്. വെട്ട്, കുത്ത്, കൊല, ദുരന്തങ്ങൾ, മരിച്ചവരുടെ ഫോട്ടോസ്, അങ്ങനത്തെ പത്രങ്ങളൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ. നല്ല പോസിറ്റിവിറ്റിയുള്ള നല്ല ഉത്സവങ്ങൾ, അതുപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള ഓഫേഴ്സ്, അതുപോലെ നമുക്ക് മനസ്സിന് കുളിർമ വരുന്ന നല്ല വാർത്തകളുള്ള പത്രങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും പൊതിച്ചോറ് പൊതിയാനായിട്ട് ഞാൻ എടുക്കുന്നത്. ഇതൊക്കെ തമ്മിൽ വല്ല ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് പൊതിച്ചോറ് കൊണ്ടുവന്ന് കഴിച്ചതിന് ശേഷം ഇല കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ട് ആ പത്രം ഇരുന്നങ്ങ് വായിച്ചു. അതൊരു ദുരന്ത വാർത്തയായിരുന്നു. ഭക്ഷണത്തിന് ശേഷം അവളിരുന്ന് കരഞ്ഞതൊക്കെ എനിക്കൊന്നും നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ആരും ചോറ് കഴിച്ചിരുന്ന് കരയാൻ പാടില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉള്ളത്, പൊതിച്ചോറിൻ്റെ മേളിൽ ഞാൻ പേരെഴുതി വെക്കും. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ചോറ് കുറച്ച് മതി, കറി കുറച്ച് മതി, ചില കറികൾ കൂടുതൽ വേണം, മീൻ പൊരിച്ചതിൻ്റെ വാല് വേണം, തല വേണം, അങ്ങനത്തെ ഇഷ്ടാനിഷ്ടങ്ങളുള്ളവരുണ്ടല്ലോ. അവരവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പൊതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.